ഹായ് ഓൾ. നമ്മൾ ഏറെ കാത്തിരുന്ന KSEB വർക്കർ അല്ലെങ്കിൽ മസ്തൂർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ PSC പുറത്തുവിടുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു, എന്താണ് ഏപ്രിൽ മാസം ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരും, നമ്മളെല്ലാം തയ്യാറായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിരുന്നു, അനൗൺസ് ചെയ്തിരുന്നു അല്ലെ. അതിന്റെ വേക്കൻസി എത്രമാത്രം വേക്കൻസിയാണ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇതാ വരുന്നുണ്ട്. അപ്പൊ കേരള PSC 20/4/2026 കൂടിയ ഒരു കമ്മീഷൻ യോഗ തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതിലെന്താണ് ഈ KSEB വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് വരും 30/4/2026 നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 3/6/2026 മുന്നേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അല്ലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3/6/2026 ആണെന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ട ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഒന്ന് നോക്കാം. അപ്പൊ എന്താണ്, നമുക്കറിയാം IT ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. 10th പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ ITI 2 year ITI ഇലക്ട്രീഷ്യൻ ട്രേഡ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. അതുപോലെ എന്താണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് 2 year ITI ഇലക്ട്രിക്കൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഹൈറ്റ് മെയിലിനാണെങ്കിൽ 157.48 സെന്റിമീറ്റർ, അതുപോലെ ഫീമെയിലിന് 144.78 സെന്റിമീറ്റർ. ആ ഒരു ഹൈറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. വിഷൻ നോർമൽ ആയിരിക്കണം, ഫ്രീ ഫ്രം കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഫിറ്റ്നസ്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അത് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഒരു ക്ലിയർ ഐഡിയ കിട്ടത്തുള്ളൂ. എന്തായാലും ഈ പറയുന്ന ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സാം ലാസ്റ്റ് വിളിച്ചിട്ടുള്ളത് ഒരു 15 വർഷം മുമ്പ് 2011 ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് PSC നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 4000-ഓളം ജില്ലാ തലത്തിൽ തന്നെയായിരുന്നു ആ ഒരു എക്സാം നടത്തിയിരുന്നത്. പക്ഷെ ഏകദേശം 4020-ഓളം അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അതെന്നുള്ള കാര്യമാണ് നിങ്ങൾ ബേസിക്കായിട്ട് ആലോചിച്ചിരിക്കേണ്ടത്. അതായത് ITI ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെ ITI ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഒരു ഗവൺമെന്റ് സർവീസിൽ കയറാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരം എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു എക്സാം. കാര്യം 4000-ഓളം അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. നിലവിൽ KSEB റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏകദേശം 985-ഓളം വേക്കൻസീസ് ഉണ്ടെന്നുള്ള കാര്യമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഇനിയും ഏകദേശം 2000-ൽ പരം വേക്കൻസീസ് കാണാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഏകദേശം ഒരു 3000+ വേക്കൻസീസ് മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറുക, ഒരു ജോലി നേടുക എന്ന് പറയുന്നത് വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വേണം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനും ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനും. പിന്നീട് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് കയറി പോകാനുള്ള സാധ്യതകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും എപ്പോഴും ഈ KSEB വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് ഇരിക്കുക. അപ്പം ലാസ്റ്റ് ടൈം ഓരോ ഡിസ്ട്രിക്ട് വൈസ് പോയ നമ്പേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആവുന്നതുകൊണ്ടുള്ള മറ്റൊരു പ്രയോജനം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ജില്ലകളിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയും അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പൊ നോക്കിയേ, ട്രിവാൻഡ്രം 450, കൊല്ലം 132, ആലപ്പുഴ 276, അങ്ങനെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് കൂടി കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ളത്. ഈ പ്രാവശ്യം അതേപോലെ വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ വീണ്ടും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ. പിന്നീട് നമ്മൾ KSEB വർക്കർ അല്ലെ മസ്തൂറിന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്തിരുന്നു, നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്തിന്റെ ബേസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സിലബസ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും നേരത്തെ 7ാം ക്ലാസ് ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ 10th പാസ്സാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വരുന്നൊരു സിലബസ് ആയിരിക്കത്തില്ല ഇനി എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ് അല്ലെ. ITI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ടെക്നിക്കൽ കണ്ടന്റ് ആ സിലബസിൽ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രീഷ്യൻ പോലുള്ള എക്സാമുകൾക്ക്, ഒരു ITI ലെവൽ എക്സാമുകൾക്ക് ചോദിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. സ്ഥിരമായിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അതിനെ ബേസ് ചെയ്ത് നമ്മുടെ അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റ്
ഒരു ടെൻറ്റേറ്റീവ് സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കാര്യം നമുക്ക് ഒത്തിരി പിന്നിലോട്ടാവാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താലേ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുമ്പോട്ട് കയറി അതിലെ ടോപ്പ് റാങ്കുകളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കും. മെന്റർഷിപ്പ് ഉണ്ട്, ക്ലാസ് ടെസ്റ്റുകളുണ്ട്, ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, പിന്നീട് എക്സാം വരുന്നതനുബന്ധിച്ച് മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റുകളും കാണും. അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തരുന്നത്. ലൈവ് ക്ലാസ്സുകൾ നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഡൗട്ടുകൾ ചോദിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുമുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ലഭിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റർഷിപ്പ്, നിങ്ങൾക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കാണും. നമ്മുടെ സ്റ്റുഡൻസുമായിട്ടെല്ലാം നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഒരു മെന്റർ കാണും. ആ മെന്ററിനോട് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യങ്ങൾ പറയാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് റാങ്കുകൾ, സെക്കൻഡ് റാങ്കുകളുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടെക്നിക്കൽ എക്സാമുകൾക്ക് നമുക്കെല്ലാം ടോപ്പ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, 30/4 എന്ന് പറയുന്ന ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കേരള PSC ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഉദാഹരണം, ഒരു എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് വരുന്നതാണ്. അധികം സമയമൊന്നും PSC പണ്ടത്തെ പോലെ എടുക്കാറില്ല. 1 വർഷം 2 വർഷം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമല്ല PSC ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അവർ വളരെ വേഗം തന്നെ ആ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനി എക്സാം ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് വളരെ എന്താണ് ഒരു മണ്ടത്തരമാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. PSC വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വൺസ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏപ്രിൽ വരുമെന്ന് പറഞ്ഞാൽ PSC ഒരു ഏപ്രിലത്തേക്ക് എന്ത് ചെയ്യാറുണ്ട്, ആ നോട്ടിഫിക്കേഷൻ പുറത്തു വിടാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇത് തന്നെ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വർഷം തന്നെ എക്സാം അവർ നടത്താനും സാധ്യതയുണ്ട്. അടുത്തൊരു എക്സാം കലണ്ടർ വരെയൊന്നും അവർ വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എക്സാം വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഒരു വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനൊക്കെ നടത്തി മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ആയ എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ എല്ലാവരും ഈ ഡേറ്റിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.